എല്ലാ കൂട്ടുകാർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന ചെടിയാണ് ഈ കാണുന്ന ചേമ്പിൻ്റെ ചെടി. ചേമ്പിൻ്റെ ചെടി എന്ന് പറഞ്ഞത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാനാണ് കേട്ടോ. അതിൻ്റെ പേര് അലോക്കേഷ്യ ആമസോണിക്ക എന്നാണ് കേട്ടോ. നമുക്ക് സാധാരണക്കാർക്ക് എപ്പോഴും പറയാൻ എളുപ്പം ഈ അലോക്കേഷ്യ ആമസോണിക്ക അങ്ങനെയൊക്കെ പറയുന്നതിനേക്കാളും എളുപ്പം ചേമ്പിൻ്റെ ചെടി എന്ന് പറയണ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചേമ്പിൻ്റെ ചെടി എന്ന് പറഞ്ഞത്. ഇത് നല്ല കൂട്ടത്തോടുകൂടി നിൽക്കണതാണ്, നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ചെടിയെ പറ്റിയുള്ള കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കണത്. അപ്പോൾ ഈ ചെടി ഞാൻ ഞങ്ങളുടെ വീട്ടിലെ സ്റ്റാൻഡിലാണ് കേട്ടോ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. ഇതിലിപ്പോൾ ഒരുപാട് തൈകൾ പൊട്ടിമുളച്ച് നല്ല ഭംഗിയിൽ തന്നെ ഈ ചെടി നിൽക്കണുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചെടിയുടെ കൂടുതൽ വിശേഷം പറയാം. ഈ ചെടി ശരിക്കും നമുക്ക് ഇൻഡോറായിട്ട് വെക്കാൻ നല്ലൊരു ചെടിയാണ് കേട്ടോ. ഇൻഡോറായിട്ട് വെക്കണമെന്ന് ഉദ്ദേശിച്ചത് നമുക്ക് വീടിനകത്താണെന്നല്ല ഉദ്ദേശിച്ചത്. അകത്ത് വെക്കുകയാണെങ്കിൽ തന്നെയാണെങ്കിലും സൺലൈറ്റ് ആവശ്യത്തിന് വേണം. തീരെ സൺലൈറ്റ് പറ്റാതിരിക്കുന്ന ഒരു ചെടിയല്ല. പിന്നെ നമുക്ക് സിറ്റ് ഔട്ടിലൊക്കെ ഇങ്ങനെ വെക്കാൻ നല്ലൊരു ചെടിയാണ്. പിന്നെ ആദ്യം തന്നെ പറയട്ടെ, ഈ ചെടി സിറ്റ് ഔട്ടിൽ വെക്കുകയാണെങ്കിൽ ചെറിയ പിള്ളേരുള്ള വീട്ടിലെ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഇച്ചിരി ദൂരെ വെക്കണതായിരിക്കും കുറച്ചും കൂടി നല്ലത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടി ടോക്സിക് ആണല്ലോ, കുറച്ച് വിഷാംശമുണ്ട് ഈ ചെടിക്ക്. അപ്പോൾ പിള്ളേരാണെങ്കിൽ പിള്ളേർക്ക് അറിയില്ല, അവർ പറിച്ചറിയാതെ കടിക്കുക, കയ്യിലെടുത്ത് പറിച്ചെടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ദൂരെ വയ്ക്കുന്നതായിരിക്കും കുട്ടികളുള്ള വീട്ടിൽ ഇത് നല്ലത്. പിന്നെ മുതിർന്നവരാണെങ്കിലും ഈ ചെടിയുമ്പോൾ ഒരുപാട് നേരം പണിതിട്ടിട്ടുണ്ടെങ്കിൽ ചൊറിച്ചിലിനൊക്കെ നല്ല ചൊറിയാനും, ഇത് ചേമ്പ് വർഗ്ഗമല്ല, ചേമ്പ് വർഗ്ഗം എല്ലാവരും ചൊറിയൂല. പിന്നെ ഈ ചെടിക്ക് പോട്ടി മിക്സായിട്ട് ഞാൻ കൊടുത്തേക്കണത് പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് പോട്ടി മിക്സൊന്നും വേണ്ട. മണ്ണും ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അത് മതി ഈ ചെടിക്ക്, ചേമ്പല്ലേ. പിന്നെ നീർവാർച്ച വേണം. ഇങ്ങനെ വെള്ളം കെട്ടി കിടന്നിട്ടുണ്ടെങ്കിൽ അത് ചീഞ്ഞു പോകും, ചേമ്പിൻ്റെ ചെടി ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഈ കാണിക്കുന്ന ചെടിയിൽ നടുക്കിരിക്കുന്ന ചെടി അത് ഇതുപോലെ തന്നെ ഏകദേശം ഇതിനോട് സാമ്യമുള്ള ഒരു ചെടിയാണ് കേട്ടോ. പക്ഷേ ഇത് രണ്ട് സൈസ് ചെടിയാണ്. ആ നടുക്ക് കാണുന്ന ഈ ചെടിയുടെ പേര് സാന്തോസോമ ലിൻഡാനി ചെടിയാണ് കേട്ടോ. ഒരു വല്ലാത്ത പേര്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെടികളുടെയൊക്കെ പേര് കേൾക്കുമ്പോൾ എല്ലാവർക്കും അത് ഓർത്തിരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതിന് ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് പറയാൻ ഏറ്റവും എളുപ്പം ചേമ്പിൻ്റെ ചെടി എന്നല്ലേ പറയുന്നത്. അപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അത്യാവശ്യം സൺലൈറ്റ് വേണം. പിന്നെ ഭയങ്കര സൺലൈറ്റുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോട്ടാ. പിന്നെ ഇത് കണ്ടില്ലേ, ഇതിനൊക്കെ എനിക്ക് തൈകൾ വന്ന് തുടങ്ങിയിട്ടുള്ളൂ ആ ചെടിക്ക്. ആ ചെടി നഴ്സറിയിൽ അത്യാവശ്യം നല്ല വിലയുള്ള ചെടിയാണ് കേട്ടോ. സാന്തോസോമ എന്ന് പറഞ്ഞാൽ ലിൻഡാനി എന്ന് പറഞ്ഞ ചെടി. അപ്പോൾ മറ്റേ ചെടികൾ മണ്ണിൽ വളർത്തൂലേ നമ്മൾ, മണ്ണിൽ വളർത്തിയിട്ടുണ്ടെങ്കിൽ നന്നായി പുഷ്ടിയോടുകൂടി വളരും. ഒരുപാട് തൈ പൊട്ടൂട്ടോ, അത് ഞാൻ കാണിച്ചുതരാം. ഞാൻ മണ്ണിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് ഫെർട്ടിലൈസർ വളം അങ്ങനെ കൊടുക്കാനായിട്ട് നമ്മൾ നടുമ്പോൾ വേണമെങ്കിൽ എല്ലുപൊടിയോ കുറച്ച് എല്ലുപൊടിയോ ചാണകപ്പൊടിയോ ഇട്ട് അത് മതി. പിന്നെ അതിന് ഈ ചെടിക്ക് വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിന് ചേമ്പാണല്ലോ, അപ്പോൾ നമ്മൾക്ക് പിരിച്ച് നടാം. പിന്നെ ഇത് വലുതായി വരുമ്പോൾ അതിൻ്റെ മുകളിലൊരു ചേമ്പ് പോലെ വരും, അത് പറിച്ചിട്ട് നടാം. അങ്ങനെയൊക്കെ ഈ ചെടി നമുക്ക് നടാൻ പറ്റും കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ മുറ്റത്ത് നട്ടതെന്ന് പറഞ്ഞത്. മുറ്റത്ത് നട്ട ചെടി അത്യാവശ്യം നല്ല തിക്കായിട്ട് വരും കേട്ടോ. ഇതിന് നമ്മൾ പ്രത്യേകിച്ച് ഒരു വളം കൊടുക്കണില്ല. ഇങ്ങനെ ചാണകപ്പൊടിയോ ചകിരിച്ചോറോ എല്ലുപൊടിയോ ഒന്നും കൊടുക്കാതെ വെക്കണ ചെടിയാണ് മുറ്റത്ത് വെച്ചേക്കണത്. അപ്പം നമുക്ക് ചട്ടിയിൽ വയ്ക്കുമ്പോൾ എങ്ങനെ വന്നാലും ചട്ടിയിൽ അത്ര സ്ഥലത്ത് ഇതിൻ്റെ വേര് തിങ്ങി വളരണ്ടല്ലോ. അപ്പോൾ അതിന് വളം വേണം. മുറ്റത്താണെങ്കിൽ അവർ വേര് വഴി വളം വലിച്ചെടുക്കാണില്ല. അപ്പം നമ്മൾ അത്യാവശ്യത്തിന് ചകിരിച്ചോറിനേക്കാളും മെയിനായിട്ട് നീർവാർച്ചയുള്ള മണ്ണായാൽ മതി. ചകിരിച്ചോറ് ഇടണമെന്നൊന്നുമില്ല, ചീഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നീർവാർച്ചയുള്ള മണ്ണിൽ കുറച്ച് ചാണകപ്പൊടി ഇട്ടാണെങ്കിൽ ചാണകപ്പൊടി മിക്സ് ചെയ്തിടുക. ഇനി ചാണകപ്പൊടി വേറെ വളമോ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ആദ്യം കരിയില ഇടുക. കരിയില നന്നായി ഒരു ചട്ടിയുടെ അര ഭാഗം കരിയില ഇട്ടിട്ട് മണ്ണ് ഇട്ട് ഈ ചെടി നട്ടാലും മതി. ഇത് നന്നായി തന്നെ വന്നോളൂ കേട്ടോ.
പിന്നെ ഇതിന് പ്രത്യേകിച്ച് കീടബാധകളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇൻസെക്റ്റിൻ്റെ അങ്ങനത്തെ സാധാരണ ചെടികളെ സംബന്ധിച്ച് കീടബാധ ഇതിനുണ്ടാവില്ല. ഇനി എന്തെങ്കിലും പുഴു അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാണെങ്കിൽ ഒന്ന് ഇതിനിതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നം എൻ്റെ കയ്യിലുള്ള ഈ ചെടികളിൽ ചില ചെടികളിൽ മാത്രമാണ് ഒട്ടും കീടബാധയൊന്നും ഇല്ലാണ്ട് നല്ല ഭംഗിയിൽ കിട്ടിയേക്കണത്. അതിലൊരു ചെടിയാണ് ഇത്. പിന്നെ ഇതൊരുപാട് ചട്ടിയിൽ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് പേർക്ക് കൊടുത്ത് ഇപ്പം ചുരുക്കം ഈ 2 ചട്ടിയായിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഞാൻ മുറ്റത്തും കുറച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നല്ല ഭംഗിയുള്ള കുതിരയുടെ കുതിരച്ചെവിയാൻ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. ആരോ ഹെഡ്, അത് ആ ഒരു വിഭാഗം. ആരോ ഹെഡ് എന്നും പറയുന്നതും കുതിരച്ചെവി എന്നൊക്കെ പറയുന്നതും ഏകദേശം ഒരു മോഡലാണല്ലോ. പിന്നെ ഈ ചെടിയിൽ ഫ്ലവർ ഉണ്ടാവും കേട്ടോ. ഫ്ലവറിൽ വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ സാധാരണ ഈ ആന്തൂറിയത്തിലും പിന്നെ അഗ്ലോണിമേലൊക്കെ ഉണ്ടാവില്ലേ ഫ്ലവർ, അതുപോലത്തെ ഫ്ലവറാണ്. അത് കട്ട് ചെയ്ത് അങ്ങോട്ട് കളഞ്ഞാൽ മതി. അപ്പോൾ പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. കമൻറ്റും ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.